എല്ലാവർക്കും നമസ്കാരം. ബിഗ് മെത്തേഡ് യൂസ് ചെയ്ത് LP പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. ഈ വീഡിയോയിൽ മറ്റൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. യൂസ് ബിഗ് മെത്തേഡ് ടു സോൾവ് ദ ഫോളോയിങ് LP പ്രോബ്ലം. മിനിമൈസ് z equal to 5x plus 3y subject to the constraints 2x plus 4y less than or equal to 12, 2x plus 2y equal to 10, 5x plus 2y greater than or equal to 10, x, y greater than or equal to 0. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ജോയൽ ആണ് സ്റ്റാറ്ററ്റീസിന്റെ ഇൻസ്റ്റഗ്രാം പേജ് വഴി ഈ ക്വസ്റ്റ്യൻ അയച്ചു തന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന്. Z മിനിമൈസേഷൻ ആണല്ലോ. അപ്പോൾ ആദ്യം അതിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മാക്സിമൈസേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇനി കൺസ്ട്രെയിൻസ് നോക്കുകയാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെ എല്ലാവിധ കൺസ്ട്രെയിൻസും ഈ ക്വസ്റ്റ്യനിലുണ്ട്. അതുകൊണ്ട് സ്ലാക്ക്, സർപ്ലസ് ആൻഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന്റെ ആവശ്യമുണ്ട്. ഫസ്റ്റ് കൺസ്ട്രെയിന്റിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് സ്ലാക്ക് വേരിയബിൾ മാത്രം ആഡ് ചെയ്യുക. ഇവിടെ S1 സ്ലാക്ക് വേരിയബിൾ ആണ്. സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്തതുകൊണ്ട് 100 കോളം ഓട്ടോമാറ്റിക്കലി സിംപ്ലക്സ് ടേബിളിൽ വരികയും ബി കോളത്തിലേക്ക് S1നെ ഫസ്റ്റ് എലമെന്റായി ചേർക്കാനും സാധിക്കുന്നു. സെക്കൻഡ് കൺസ്ട്രെയിന്റ് ഈക്വൽ ടു ആയതുകൊണ്ട് അവിടെ വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ ആവശ്യമുണ്ടോ എന്നറിയാൻ കൺസ്ട്രെയിൻസിലുള്ള വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ് ശ്രദ്ധിക്കുക. 0, 1, 0 എന്ന കോളം കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് വിലയിരുത്തുക. ഇവിടെ എക്സ് വേരിയബിളിന്റെയോ വൈ വേരിയബിളിന്റെയോ കോഎഫിഷ്യൻസ് കൊണ്ട് ഒരിക്കലും ഫസ്റ്റ് സിംപ്ലക്സ് ടേബിളിൽ 0, 1, 0 എന്ന കോളം ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് സെക്കൻഡ് കൺസ്ട്രെയിന്റിലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ A1നെ ആഡ് ചെയ്ത് കൊടുക്കുക. തേർഡ് കൺസ്ട്രെയിന്റിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് അതിൽ നിന്ന് സർപ്ലസ് വേരിയബിൾ S2 സബ്ട്രാക്ട് ചെയ്യുകയും 0, 0, 1 കോളം സിംപ്ലക്സ് ടേബിളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി A2 എന്ന ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ആഡ് ചെയ്തും കൊടുക്കുക. ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ റീറൈറ്റ് ചെയ്യാം. Z' സ്ലാക്ക് വേരിയബിൾ S1ന്റെയും സർപ്ലസ് വേരിയബിൾ S2ന്റെയും കോഎഫിഷ്യന്റ് 0 ആക്കി ആഡ് ചെയ്തതിനു ശേഷം ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് ക്യാപിറ്റൽ M ആക്കി മൈനസ് ചെയ്യുകയും ചെയ്യുക. സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിൾ ഫില്ല് ചെയ്യാം. ബി കോളത്തിലെ ആദ്യത്തെ എലമെന്റ് സ്ലാക്ക് വേരിയബിളായ S1 ആണ്. CB കോളത്തിൽ S1ന്റെ Z' കോഎഫിഷ്യന്റ് 0 കൊടുക്കുക. ബേസിസിലെ നെക്സ്റ്റ് രണ്ട് വേരിയബിൾസ് ആണ് A1ഉം A2ഉം. അവയുടെ CB കോളത്തിലെ വാല്യൂസ് -m. ഇനി ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യാം. ΔJ വാല്യൂസിലെ ഹയസ്റ്റ് നെഗറ്റീവ് -7m + 5 ആണ്. സോ ഇൻകമിംഗ് വേരിയബിൾ ആണ് X. നെക്സ്റ്റ് XBനെ X കൊണ്ട് ഡിവൈഡ് ചെയ്ത് തീറ്റ കോളം കണ്ടുപിടിക്കുമ്പോൾ മിനിമം റേഷ്യോ 2 ആയി കിട്ടുകയും അപ്പോൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ A2 ആണ് ഔട്ട് ഗോയിങ് എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. കീ എലമെന്റ് 5. A2 ഔട്ട് ഗോയിങ് ആണല്ലോ. അപ്പോൾ സെക്കൻഡ് ടേബിളിൽ A2വിന്റെ കോളവും ഒഴിവാക്കുക. ബി കോളത്തിലും CB കോളത്തിലും ആവശ്യം വേണ്ട ചേഞ്ചസ് വരുത്തി സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ വരയ്ക്കുക. കീ റോയിനെ കീ എലമെന്റ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സെക്കൻഡ് ടേബിളിലെ തേർഡ് റോ ആയി എഴുതുക. ഇനി കീ എലമെന്റ് 5ന് മുകളിലുള്ള രണ്ട് 2സിനെയും 0 ആക്കാൻ പുതിയ തേർഡ് റോയിനെ ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. ഇനി ഈ വാല്യൂസ് ഫസ്റ്റ് റോയിൽ നിന്ന് മൈനസ് ചെയ്തെടുക്കാം. ആദ്യത്തെ രണ്ട് വാല്യൂസ് മൈനസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നു. 4 - 4/5 ചെയ്യുമ്പോൾ 16/5 എന്ന് കിട്ടുന്നു. ബാക്കി 3 വാല്യൂസ് കൂടെ കണ്ടുപിടിക്കുക. ഇനി വീണ്ടും ഈ റെഡ് കളറിലുള്ള വാല്യൂസ് സെക്കൻഡ് റോയിൽ നിന്ന് മൈനസ് ചെയ്യാം. ഫസ്റ്റ് രണ്ട് വാല്യൂസും ഇങ്ങനെ വരുന്നു. 2 - 4/5 ചെയ്യുമ്പോൾ 6/5 കിട്ടുന്നു. ബാക്കി 3 വാല്യൂസ് കൂടെ കണ്ടുപിടിക്കുക. അങ്ങനെ സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ കംപ്ലീറ്റ് ആയി. ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും ΔJയിൽ ക്യാപിറ്റൽ എമ്മിന് നെഗറ്റീവ് കോഎഫിഷ്യൻസ് വന്നിട്ടുള്ളതുകൊണ്ട് ഒപ്റ്റിമം ആയിട്ടില്ല. ഇത്തവണ -6/5 ക്യാപിറ്റൽ M + 1 ആണ് ഹയസ്റ്റ് നെഗറ്റീവ് എക്സ്പ്രഷൻ. അതായത് Y ആണ് നെക്സ്റ്റ് ഇൻകമിംഗ്. നെക്സ്റ്റ് XB കോളത്തിനെ Y കോളം കൊണ്ട് ഡിവൈഡ് ചെയ്ത് തീറ്റ കോളം കണ്ടുപിടിക്കാം. Y കോളത്തിലുള്ള വാല്യൂസ് എല്ലാം ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ അവ കൊണ്ട് XBയെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽസ് എടുത്തിട്ട് XBയിലെ വാല്യൂസിനൊപ്പം മൾട്ടിപ്ലൈ ചെയ്തതാണ് എളുപ്പം. അങ്ങനെ തീറ്റ കോളം കണ്ടുപിടിക്കുമ്പോൾ 5/2 ആണ് മിനിമം റേഷ്യോ. അതുകൊണ്ട് 5/2ന് നേരെയുള്ള സ്ലാക്ക് വേരിയബിൾ S1 ആണ് ഔട്ട് ഗോയിങ്. കീ എലമെന്റ് 16/5. ഇനി ബി കോളത്തിലും XB കോളത്തിലും ആവശ്യം വേണ്ട ചേഞ്ചസ് വരുത്തി തേർഡ് സിംപ്ലക്സ് ടേബിൾ വരയ്ക്കുക. കീ എലമെന്റ് 16/5 ആണല്ലോ.
അപ്പോൾ കീ റോയിനെ 16/5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ 5/16 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്തിട്ട് പുതിയ ടേബിളിലെ ഫസ്റ്റ് റോ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം 8നെ 5/16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/2 കിട്ടുന്നു. 0നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, 16/5നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1, 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/16, 2/5നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/8, 0നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0. ഇനി നമുക്ക് 16/5ന്റെ താഴെയുള്ള 6/5നെ 0 ആക്കാൻ ആദ്യം കിട്ടിയിരിക്കുന്ന പുതിയ റോയിനെ 6/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. 5/2 ഇൻറ്റു 6/5 ചെയ്യുമ്പോൾ ആൻസർ 3. നെക്സ്റ്റ് രണ്ട് വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നു. 5/16നെ 6/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 3/8 കിട്ടുന്നു. 1/8നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/20യും ലാസ്റ്റ് വാല്യൂ 0യും കിട്ടുന്നു. ഇനി ഈ റെഡ് കളറിലെ വാല്യൂസ് സെക്കൻഡ് റോയിൽ നിന്ന് മൈനസ് ചെയ്യാം. ആദ്യത്തെ 4 വാല്യൂസ് മൈനസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. 2/5 മൈനസ് 3/20 ചെയ്യുമ്പോൾ ആൻസർ 1/4, ലാസ്റ്റ് വാല്യൂ 1 എന്നും കിട്ടുന്നു. ഇനി കീ എലമെന്റിന്റെ താഴെയുള്ള തേർഡ് റോയിലെ 2/5നെ 0 ആക്കാൻ കീ എലമെന്റ് 1 ആക്കി വെച്ചിട്ടുള്ള തേർഡ് ടേബിളിലെ ഫസ്റ്റ് റോയിനെ ആദ്യം 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെഴുതാം. 5/2 ഇൻറ്റു 2/5 ചെയ്യുമ്പോൾ എല്ലാം ക്യാൻസൽ ആയി പോയിട്ട് 1 കിട്ടുന്നു. നെക്സ്റ്റ് രണ്ട് വാല്യൂസ് ഇങ്ങനെ വരുന്നു. 5/16 ഇൻറ്റു 2/5 ചെയ്യുമ്പോൾ 1/8 കിട്ടുന്നു. 1/8 ഇൻറ്റു 2/5 ചെയ്യുമ്പോൾ 1/20യും ലാസ്റ്റ് വാല്യൂ 0യും കിട്ടുന്നു. ഇനി ഈ വാല്യൂസ് തേർഡ് റോയിൽ നിന്ന് മൈനസ് ചെയ്യാം. ഫസ്റ്റ് 4 വാല്യൂസ് മൈനസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നു. -1/5 മൈനസ് 1/20 ചെയ്യുമ്പോൾ -1/4ഉം ലാസ്റ്റ് വാല്യൂ 0യും കിട്ടുന്നു. അങ്ങനെ തേർഡ് സിംപ്ലക്സ് ടേബിൾ കംപ്ലീറ്റ് ആയി. ഇനി ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യാം. ZJ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് രണ്ട് വാല്യൂസും ഇങ്ങനെ വരുന്നു. S1ന്റെ ZJ വാല്യൂ ചെയ്യുമ്പോൾ -5/16 പ്ലസ് 3/8m എന്ന് കിട്ടുന്നു. S2ന്റേത് 7/8 മൈനസ് 1/4m എന്നും ലാസ്റ്റ് വാല്യൂ -m എന്നും കിട്ടുന്നു. ΔJ വാല്യൂ ചെയ്യുമ്പോൾ S2 ആണ് ഇൻകമിംഗ് എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി XB കോളവും S2 കോളവും കൂടെ ഡിവൈഡ് ചെയ്ത് തീറ്റ കോളം കണ്ടുപിടിക്കുക. 5/2നെ 1/8 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 5/2നെ 8/1 അതായത് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആൻസർ 20 കിട്ടുന്നു. ഇതുപോലെ നെക്സ്റ്റ് വാല്യൂസും ചെയ്യുമ്പോൾ ആൻസർ 12ഉം ലാസ്റ്റ് S2ലെ വാല്യൂ -1/4 ആയതുകൊണ്ട് കറസ്പോണ്ടിങ് തീറ്റ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഇതിൽ 12ന് നേരെയുള്ള ആർട്ടിഫിഷ്യൽ വേരിയബിൾ A1 ആണ് നെക്സ്റ്റ് ഔട്ട് ഗോയിങ് കീ എലമെന്റ് 1/4. ഇനി A1ന്റെ കോളം റിമൂവ് ചെയ്ത് ബി കോളവും CB കോളവും അഡ്ജസ്റ്റ് ചെയ്ത് ഫോർത്ത് ടേബിൾ വരയ്ക്കുക. ഇവിടെ കീ എലമെന്റ് 1/4ന്റെ താഴെ -1/4 ആണല്ലോ. അപ്പോൾ ഈസി ആയില്ലേ? -1/4നെ 0 ആക്കാൻ ആ റോയും കീ റോയും ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 3 വാല്യൂസും ഇങ്ങനെ വരുന്നു. -3/8 പ്ലസ് -1/8 ചെയ്യുമ്പോൾ ആൻസർ -1/2, നെക്സ്റ്റ് വാല്യൂ 0. ഇനി കീ എലമെന്റ് റോയിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കീ എലമെന്റ് 1/4നെ 1 ആക്കി മാറ്റി പുതിയ ടേബിളിലെ സെക്കൻഡ് റോയായി എഴുതുക. ഇനി കീ എലമെന്റിന്റെ മുകളിലുള്ള 1/8നെ 0 ആക്കാൻ കീ എലമെന്റ് 1 ആക്കി വെച്ചിട്ടുള്ള പുതിയ സെക്കൻഡ് റോയിനെ ആദ്യം 1/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 12 ഇൻറ്റു 1/8 ചെയ്യുമ്പോൾ ആൻസർ 3/2. നെക്സ്റ്റ് രണ്ട് വാല്യൂസും 0 കിട്ടുന്നു. -3/2 ഇൻറ്റു 1/8 ചെയ്യുമ്പോൾ ആൻസർ -3/16, ലാസ്റ്റ് വാല്യൂ 1/8. ഇനി ഈ വാല്യൂസ് ഫസ്റ്റ് റോയിൽ നിന്ന് മൈനസ് ചെയ്യാം. 5/2 -3/2 ചെയ്യുമ്പോൾ ആൻസർ 1. നെക്സ്റ്റ് രണ്ട് വാല്യൂസ് ഇങ്ങനെ വരുന്നു. 5/16 -3/16 ചെയ്യുമ്പോൾ ആൻസർ 1/2, ലാസ്റ്റ് വാല്യൂ 0. അങ്ങനെ ഫോർത്ത് ടേബിൾ കംപ്ലീറ്റ് ആയി. ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഫോർത്ത് ടേബിളിൽ ഒപ്റ്റിമം അറ്റൈൻ ചെയ്തിട്ടുണ്ട്. സൊല്യൂഷൻ എഴുതുമ്പോൾ x = 4, y = 1, S1 = 0, S2 ബേസിസിലുണ്ട്. അതിന് കറസ്പോണ്ടിങ് XB കോളത്തിൽ 12 ആണ് വാല്യൂ. A1 ആൻഡ് A2 0. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന Zലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ 23 എന്ന് കിട്ടുന്നു. സോൾവ് ചെയ്ത രീതി മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.